18 മാസത്തെ കർഷക തൊഴിലാളി പെൻഷന്റെ കുടിശ്ശിക കൊടുത്തുകൊണ്ടായിരിക്കും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുക എന്ന തീരുമാനമാണ് ഒന്നാമത്തെ തീരുമാനം. എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാൽ ഇവിടെ വന്ന് നമ്മുടെ കോൺഗ്രസ് പ്രസംഗിക്കുന്ന ഒരു മടിയും കൂടാതെ ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഒന്നും കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നില്ല, കളവ് പറയാൻ യാതൊരു മടിയുമില്ല. അവാസ്തവ പ്രസ്താവനകളുടെ അടിത്തറയിൽ തെരഞ്ഞെടുപ്പ് വിജയം തട്ടിയെടുക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. എല്ലാ നിലയിലും ആവർത്തിച്ച് കളവുകൾ പറയുക. മുഖ്യമന്ത്രി ഇവിടെ വരാൻ പോവാ. ഈ ഗവൺമെന്റ് നടത്തിയ നല്ല പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നിങ്ങളോട് ഇവിടെ വിശദീകരിക്കും നല്ല ആത്മവിശ്വാസത്തോടു കൂടി. ഇവരെന്താ നോക്കുന്നത്? ഈ വികസന പ്രവർത്തനങ്ങളുടെ വഴി മുടക്കാനാകുമോ എന്നാണ് അവർ നോക്കുക. ഇപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഈ കഴിഞ്ഞ 3-4 വർഷത്തിൽ നമ്മൾ കണ്ടത് ഏറ്റവും വലിയൊരു നേട്ടം എന്താ? ഇവിടെ വലിയൊരു ദേശീയപാത വരാൻ പോകുന്നു. ആ വലിയ ദേശീയപാത ഏറ്റവും മികച്ച രൂപത്തിൽ ഉണ്ടാക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം ദേശീയപാതയ്ക്കെതിരായി, സ്ഥലമെടുപ്പിനെതിരായി ഏറ്റവും വലിയ സമരങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് മലപ്പുറം. എന്നാൽ ഈ 650 കിലോമീറ്റർ നീളത്തിലുള്ള ദേശീയപാത ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കുമ്പോൾ ആദ്യത്തെ ഘട്ടം പൂർണ്ണമായി പൂർത്തീകരിക്കാൻ പോകുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. നല്ല മുന്നേറ്റമാണ്. കാപ്പലിക്കാട് മുതൽ രാമനാട്ടുകര വരെയുള്ള പ്രദേശമാണ് ഒരു ഫ്ലൈ ഓവർ. ഇപ്പം അടുത്ത കാലത്ത് ആ നിർമ്മാണത്തിനിടയിൽ ലേശം അതിൻ്റെ ഒരു ഭാഗം തകർന്നു പോയി. നിർമ്മാണത്തിനിടയിൽ വലിയ മഴ വന്നപ്പോൾ ആ ഫ്ലൈ ഓവർ കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ദേശീയപാത നിർമ്മാണം പൂർണ്ണമാകും. കരയിലൂടെയുള്ള ഏറ്റവും വലിയ പാലം ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലാണ്. വട്ടപ്പാറ വളവ്, എത്ര അപകടങ്ങളാണ് വട്ടപ്പാറ വളവിലുണ്ടായത്. ആ വട്ടപ്പാറ വളവ് തന്നെ ഇല്ലാതാക്കി നിർത്തി വെച്ചിരിക്കുക. വട്ടപ്പാറ വളവ് നിർത്തി അങ്ങ് വളവില്ലാത്ത വട്ടപ്പാറ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ഈ പ്രതിപക്ഷത്തിന് പേടി. കാരണം വളവില്ലാത്ത വട്ടപ്പാറ രൂപപ്പെട്ടു വന്നാൽ തോൽവി മാത്രമാണ് പ്രതിപക്ഷത്തിന് എന്ന ഉത്തമ ബോധ്യമുണ്ടവർക്ക്. കേരളം വികസിക്കുമ്പോൾ പ്രതിപക്ഷം പരാജയപ്പെടും, പുറകോട്ട് പോകും. നാട്ടുകാർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും, എല്ലാവർക്കും ഗുണമുണ്ടാവും. 150 കിലോമീറ്റർ വേഗത്തിൽ കാറിൽ പോകാം. 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു മലപ്പുറക്കാരന് 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ കഴിയും. എല്ലാവർക്കും സൗകര്യമില്ലേ? 4 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വന്നൂടെ? രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകുന്നേരം തിരിച്ചു പോരാൻ കഴിയുന്ന സൗകര്യത്തെ നമ്മൾ വേണ്ടെന്ന് വെക്കണം. സമരത്തിന് പോകുന്ന, മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പോകുന്ന, മുഖ്യമന്ത്രിയെ എതിർക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും എളുപ്പത്തിൽ പോയിക്കൂടെ? രാവിലെ 6 മണിക്ക് പുറപ്പെട്ടാൽ 10 മണിക്ക് തിരുവനന്തപുരത്തെത്തും. KPCC പ്രസിഡന്റ് രാവിലെ 6 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടാൽ 7:15 ഇവിടെ ചങ്കുവട്ടിയിൽ വെച്ച് കുഞ്ഞാലിക്കുട്ടിയെ കയറ്റാം. ഒരു 8:15 പറവൂരിൽ വെച്ച് സതീശനെ കയറ്റാം. 9 മണിക്ക് നമ്മുടെ രമേശ് ചെന്നിത്തലയെ വഴിയിൽ വെച്ച് കയറ്റാം. 10 മണിക്ക് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിവേദന കടലാസുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നിവേദനം കൊടുക്കാൻ കഴിയുന്ന സൗകര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലുണ്ടാവുന്നത്. തിരിച്ചും പോരാ. രാവിലെ പോയി തിരുവനന്തപുരത്ത് എത്തി വൈകുന്നേരം തിരിച്ചു പോരാനുള്ള സൗകര്യം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, അത് ലീഗുകാർക്കും കിട്ടും, കോൺഗ്രസ്സുകാർക്കും കിട്ടും, മുഴുവൻ മലയാളിക്കും കിട്ടും എന്നതിനോട് വല്ല വിരോധം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അക്കമിട്ട് നിരത്തിയാൽ അനേകം കാര്യങ്ങളാണ് ഇനിയും പറയാൻ പോവുക അവിടെ. അപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ ഇടതുപക്ഷം ജയിക്കും എന്നത് ഉറപ്പാവുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും രാവിലെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതെന്താ? ഓരോ ദിവസവും രാവിലെ ഓരോ വിഷയത്തെ തെറ്റായ രൂപത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. രാഷ്ട്രീയം ഒരക്ഷരം പറയുന്നില്ല, വികസനം ഒരക്ഷരം പറയുന്നില്ല. അവർ പറയുന്നതെല്ലാം കളവുകളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ വിവാദം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ആ വിവാദം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ 1-ാമത്തെ അധ്യായമായിരുന്നു, കളവിൻ്റെ പ്രക്രിയയിലെ ഉദ്ഘാടനമായിരുന്നു ഈ നാട്ടിൽ കർഷക തൊഴിലാളി പെൻഷൻ കൈക്കൂലിയായിട്ട് കൊടുക്കുന്നു എന്നുണ്ട്. കൈക്കൂലിയായിട്ട് കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്.
പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ അപമാനം. ഈ കേരളത്തിൽ മുഴുവൻ പ്രതിഷേധം രൂപപ്പെട്ടില്ലേ? ആരെങ്കിലും അങ്ങനെ പറയുമോ? 60 വയസ്സായ ഒരു മനുഷ്യൻ, 70 വയസ്സായ മനുഷ്യർക്ക് കഞ്ഞി കുടിക്കാൻ ഒരു 1600 റുപ്യ, ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ 3200 റുപ്യ. നമ്മളെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റേഷൻ കടയും വഴി ചെറിയ പൈസയ്ക്ക് അരി കിട്ടും, പച്ചക്കറി വാങ്ങാം, തലചായ്ക്കാൻ ലൈഫിൽ വീട് കിട്ടും, സമാധാനത്തോടെ കിടന്നുറങ്ങാം. ആ അവസ്ഥയുള്ള ഈ കേരളത്തിൽ ആ പാവപ്പെട്ടവന് കൈക്കൂലി കൊടുക്കാണ് ഗവൺമെൻറ് കൊടുക്കുന്ന ഇത് എന്ന് പറയുമ്പോൾ എന്താ സ്ഥിതി? അവരുടെ അവകാശമായിട്ടത് അംഗീകരിച്ചൊരു ഗവൺമെൻറ് അല്ലേ കേരളത്തിൽ? നമ്മളിപ്പോൾ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു. വലിയ പ്രതിഷേധം രൂപപ്പെട്ട അവർ തെറ്റാണ് എന്ന് അംഗീകരിക്കണ്ടേ? പാവങ്ങളെ അപമാനിക്കുന്ന പ്രസ്താവനയുടെ ഒപ്പം നിൽക്കാൻ പാടുണ്ടോ? ആ പ്രസ്താവനയിൽ നിന്ന് ഒരിഞ്ചും പിറകോട്ട് പോകില്ല എന്നാണ് ഇവിടെ UDF എല്ലാ നേതാക്കന്മാരും ആവർത്തിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കും എന്നാണ് നിലമ്പൂരിലെ ജനങ്ങൾ പറയാൻ പോകുന്നത്.